ലേസർ ആയുധം ഉപയോഗിച്ച ശത്രു ഡ്രോണുകളെ വെടിവെച്ചിടുന്ന ആദ്യ രാജ്യമായി ഇസ്രയേൽ. ഈ സുപ്രധാന വിജയം സ്വന്തമാക്കിയത് ഗാസയിലെ യുദ്ധക്കളത്തിൽ ഇസ്രയേൽ വ്യോമസേന വിന്യസിച്ച ഒരു പ്രോട്ടോടൈപ്പ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ശത്രുരാജ്യത്തിന്റെ ഡ്രോണുകളെ വിജയകരമായി വെടിവെച്ചിട്ടത് ഇസ്രയേൽ വ്യോമസേനയുടെ ഏരിയൽ ഡിഫൻസ് അറേ ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചാണ്. ഈ ലേസർ ആയുധം വികസിപ്പിച്ചെടുത്തത് ഇസ്രയേൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ആണ്. ലോകത്തിലെ ഒരു രാജ്യവും ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒന്നാണ് ഈ ലേസർ ആയുധം എന്നുള്ളത് ഇസ്രയേലിന്റെ വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നു. ഡ്രോണുകൾ പോലുള്ള വ്യോമ ഭീഷണികളെ കടുത്ത ചൂടുപയോഗിച്ച് നശിപ്പിക്കുന്നതിന് ഒരു കേന്ദ്രീകൃത പ്രകാശകിരണം ഉപയോഗിക്കുന്നതാണ് പ്രോട്ടോടൈപ്പ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം. പരമ്പരാഗത മിസൈൽ ഇന്റർസെപ്റ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായി ചെറുതും വില കുറഞ്ഞതുമായ ലക്ഷ്യങ്ങൾക്കെതിരെ കുറഞ്ഞ ചിലവിലും വേഗത്തിലുമുള്ള പ്രതികരണത്തിനും ലേസർ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഒരു യഥാർത്ഥ യുദ്ധത്തിൽ ഇത്രയും ശക്തമായ ലേസർ ബീം ഉപയോഗിക്കുന്നത് ഇതാദ്യമാണെന്നും അത് വിജയകരമായി നടപ്പിലാക്കിയെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിലെ ബ്രിഗേഡിയർ ജനറൽ ജൂഡ എൽമകായസ് വ്യക്തമാക്കി. അതേസമയം അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് ബിറ്റ്കോഫിന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിന് പ്രതികരണവുമായി ഹമാസ് രംഗത്തെത്തി. ഗാസ മുനമ്പിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാക്കണം, മുനമ്പിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങണം, ജനങ്ങൾക്ക് സഹായം എത്തിക്കണമെന്നിങ്ങനെയാണ് ശനിയാഴ്ച സമർപ്പിച്ച മറുപടിയിൽ ഹമാസ് ആവശ്യപ്പെടുന്നത്. ഹമാസ് തടവിലുള്ള 10 ബന്ദികളെയും 18 ബന്ദികളുടെ മൃതദേഹങ്ങളും വിവിധ സമയങ്ങളിലായി കൈമാറാമെന്നും ഹമാസ് വ്യക്തമാക്കുന്നു. ഇതിനു പകരമായി നേരത്തെ നിശ്ചയിച്ചത്രയും പലസ്തീൻ തടവുകാരെ വിട്ടയക്കാനും ഹമാസ് ആവശ്യപ്പെടുന്നു. ഇതിനിടയിൽ ഗാസയിലെ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാനും ഗാസയിൽ നിന്നും ഇസ്രയേലിന്റെ പൂർണ്ണമായ പിൻവാങ്ങലിനുമുള്ള ചർച്ചകൾ നടത്തണമെന്നും ആവശ്യമുണ്ട്. വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതോടെ ഗാസയിലെ ഇസ്രയേൽ സേനയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തണം. വ്യോമാക്രമണവും വ്യോമ നിരീക്ഷണവും ദിവസവും 10 മണിക്കൂറും ബന്ദികളെയും തടവുകാരെയും കൈമാറുന്ന ദിവസം 12 മണിക്കൂറും നിർത്തണം. 2025 ജനുവരി 19 ഹ്യൂമാനിറ്റേറിയൻ പ്രോട്ടോകോൾ അനുസരിച്ച് വെടിനിർത്തൽ അംഗീകരിക്കുന്നതോടെ ഐക്യരാഷ്ട്രസഭയുടെയും റെഡ് ക്രസന്റ് അടക്കമുള്ള മറ്റ് സംഘടനകളുടെയും സഹായം ഗാസയിൽ പ്രവേശിക്കാൻ അനുവദിക്കണം തുടങ്ങിയവയാണ് ഹമാസിന്റെ ആവശ്യങ്ങൾ. തെക്കൻ ഗാസയിലെ റാഫയിൽ ദുരിതാശ്വാസ കേന്ദ്രത്തിന് സമീപമുണ്ടായ വെടിവെപ്പിൽ 31 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഈ സംഭവത്തിൽ പങ്കില്ലെന്ന് വാദിച്ച ഇസ്രയേൽ രംഗത്തെത്തി. ആക്രമണം നടത്തിയത് ഹമാസ് ആണെന്നും ഇസ്രയേൽ ആരോപിച്ചു. ഞായറാഴ്ച രാവിലെ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന ആരോപണമുയർന്നതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് രംഗത്തെത്തിയത്. ഹമാസിന്റെ തോക്കുധാരികൾ ആൾക്കൂട്ടത്തിന് നേർക്ക് വെടിയുതിർക്കുന്നതിന്റേതെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഡ്രോൺ ദൃശ്യങ്ങളും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടു. മനുഷ്യത്വപരമായ സഹായങ്ങളെ അട്ടിമറിക്കാനുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമമായിരുന്നു നടന്നതെന്നും IDF ആരോപിച്ചു. അതേസമയം ഇസ്രയേൽ വെടിവെപ്പിലാണ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതെന്നാണ് നേരത്തെ ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരുന്നത്. US-ന്റെയും ഇസ്രയേലിന്റെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ ദുരിതാശ്വാസ സംഘടനയുടെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന് സമീപത്തായിരുന്നു വെടിവെപ്പുണ്ടായത്. 31 പേർ മരിച്ചതുകൂടാതെ 200-ലധികം പേർക്ക് വെടിവെപ്പിൽ പരിക്കേറ്റതായും വിവരമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.